എല്ലാവർക്കും നമസ്കാരം. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി കേരള നഗരനയവും പൊതുഭരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. സമഗ്ര നഗരനയം രൂപീകരിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. സമഗ്ര നഗരനയം രൂപീകരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരള നഗരനയം, കേരള അർബൻ പോളിസി, നഗരവികസനം, കാലാവസ്ഥാ പ്രതിരോധം, സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. രണ്ടാം ചോദ്യം, അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം കേരളം തന്നെയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗകാരി നിഗിലേറിയ ഫൗളേറി. ഇതിൻ്റെ രോഗം പ്രൈമറി അമീബിക് മെനിഞ്ചൈസോ എൻസെഫാലിറ്റിസ് PAM എന്ന രോഗമാണ് ഉള്ളത്. മൂന്നാം ചോദ്യം, കേരളത്തിൻ്റെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം കാസർഗോഡുള്ള മൈലാട്ടി എന്ന സ്ഥലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് കാസർഗോഡാണ്. സ്ഥലം മൈലാട്ടി എന്ന സ്ഥലത്ത്. ഇത് റിന്യൂവബിൾ എനർജി സംഭരണത്തിനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അടുത്ത ചോദ്യം, പ്രവാസികൾക്കായിട്ട് സർക്കാർ തലങ്ങളിൽ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഉത്തരം ലോക കേരളം. പ്രവാസികൾക്കായിട്ട് സർക്കാർ തലത്തിൽ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇത് പ്രഖ്യാപിച്ചത് 2025 ഓഗസ്റ്റ് 21. പദ്ധതിയുടെ പേര് ഡിജി കേരള. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ ഇല്ലാത്ത ജില്ല കോട്ടയമാണ്. കേരളത്തിൽ ആദ്യമായി അതിദാരിദ്ര്യ ഇല്ലാത്ത സംസ്ഥാനം അല്ലാത്ത ജില്ല എന്ന് തെളിയിച്ചത് കോട്ടയം ജില്ലയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത നിയോജക മണ്ഡലം ധർമ്മടമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയോജക മണ്ഡലം ധർമ്മടം. അടുത്തത് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത് തിരുവനന്തപുരം RCCയിലാണ്. സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത് തിരുവനന്തപുരം RCC എന്താണ്? റീജിയണൽ ക്യാൻസർ സെൻ്റർ ആണ്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള RCC എന്ന് വെച്ചാൽ റീജിയണൽ ക്യാൻസർ സെൻ്റർ. നേപ്പാൾ സ്വദേശിയായിട്ടുള്ള 3 വയസ്സുകാരന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി ആരംഭിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. കേരളത്തിലെ കടമുക്കുടിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി ആരംഭിക്കുന്നത് കേരളത്തിലെ കടമുക്കുടി എന്ന സ്ഥലത്ത്. അടുത്തതായി പരിസ്ഥിതി, ഊർജം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖല നോക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് സിയാൽ, കൊച്ചിയിലെ സിയാലിലാണ്. സിയാൽ എന്ന് വെച്ചാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്. ഇതൊരു സംയുക്ത സംരംഭമാണ്. BPCLും CIALും ചേർന്നിട്ട്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനാണ് കൊച്ചിയിലെ സിയാൽ എയർപോർട്ടിൽ സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൃഗശാലയാണിത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൃഗശാല എന്ന നേട്ടവും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി കണ്ണൂർ ജില്ലയിലെ ആറളം ആണ്. കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സാങ്ച്വറിയാണ് ആറളം, കണ്ണൂർ ജില്ലയിലെ ആറളം. സംസ്ഥാനത്തെ ആദ്യത്തെ
ജില്ലാ ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജലലഭ്യത, ജല ഉപയോഗം, ജല ആസൂത്രണമൊക്കെ ഈ ഒരു ജല ബഡ്ജറ്റിലൂടെ അവർ തയ്യാറാക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഹരിത ബഡ്ജറ്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുക. കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബഡ്ജറ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഹൗസ് ഏതാണ്? വേങ്ങേരിയാണ്. വേങ്ങേരിയിൽ വരുന്ന കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഹൗസ്. അതിൻ്റെ പദവി നൽകിയത് CWRDM, അതായത് സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അടുത്തതായി വിദ്യാഭ്യാസ പദ്ധതികളും IT-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിട്ട് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. പഠന വിഷയങ്ങൾ സർക്യൂട്ട് നിർമ്മാണം, സെൻസറുകൾ, ആക്ച്വേറ്ററുകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ അവർക്ക് പഠിക്കാം. രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠന പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. സർക്കാർ സ്കൂളിലെ ആദ്യത്തെ AI ആൻഡ് റോബോട്ടിക് ലാബ് എവിടാണ് വന്നത്? പുറത്തൂർ ഗവൺമെൻറ് UPS മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെൻറ് UPS സ്കൂളിലാണ് സർക്കാർ സ്കൂളിൽ തന്നെ ആദ്യമായി AI ആൻഡ് റോബോട്ടിക് ലാബ് ഉദ്ഘാടനം ചെയ്തത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എന്താണ്? കൂടെയുണ്ട് കരുത്തേകാൻ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ. സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ ആരംഭിക്കുന്ന പദ്ധതി പ്രോജക്റ്റ് എക്സ്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠന പരിപാടി IA एक साथ CK എന്ന പദ്ധതിയാണ്. അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളിലേക്ക് എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വം നൽകുന്ന ഒരു പഠന പരിപാടി IA एक साथ CK. അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ്. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന ഒരു പദ്ധതിയാണ് IA एक साथ CK. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പുസ്തക വിതരണ പദ്ധതി വീട്ടിലൊരു പുസ്തകം വായനാ വസന്തം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പുസ്തക വിതരണ പദ്ധതിയാണ് വീട്ടിലൊരു പുസ്തകം വായനാ വസന്തം. തിരഞ്ഞെടുക്കപ്പെട്ട 3000 ലൈബ്രറിയിലേക്ക് 3 ലക്ഷം വീടുകളിലേക്കും പുസ്തകങ്ങൾ എത്തിക്കുന്നു ഈ പദ്ധതി വഴി. അടുത്ത ചോദ്യം, ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? സ്കോൾ കേരള എന്ന പദ്ധതി വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് +2 നേടാനുള്ള ഒരു പദ്ധതിയാണ് സ്കോൾ SCOLE. അതിൻ്റെ പൂർണ്ണരൂപം സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ. ഉപരിപഠനത്തിനും അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഉപയോഗപ്പെടുത്താം. അടുത്ത ചോദ്യം, പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. അവധിക്കാലത്ത് അധ്യാപകർ കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച് പഠിപ്പിക്കും. അടുത്ത ചോദ്യം,
സ്കൂളിൽ ഹിന്ദി പഠിക്കാൻ കൈറ്റ് അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഇ ക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബ്. ഇ ക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബ് എന്നതാണ് സ്കൂളിൽ ഹിന്ദി പഠിക്കാൻ കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം. ഇത് ഇ ക്യൂബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബിൻ്റെ ഒരു തുടർച്ചയാണ്. അടുത്ത ചോദ്യം, ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ സാധ്യതകൾ തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി. കിനാവ്. ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ദൃശ്യ സാങ്കേതിക വിദ്യയിൽ സാധ്യതകൾ തുറന്നിടാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് കിനാവ് പദ്ധതി. നടപ്പാക്കുന്നത് SIET. മേഖലകൾ സിനിമ, ഗ്രാഫിക്സ്. അടുത്തതായി ട്രെൻഡ് എന്ന പദ്ധതി. അതേതാണ്? ടീച്ച് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്സ്. ടീച്ച് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്. ഇതിൻ്റെ ലക്ഷ്യം അധ്യാപകർക്ക് ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ പരിശീലനം നൽകുക എന്നതാണ് ട്രെൻഡ്. അടുത്ത ചോദ്യം, ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന പദ്ധതി. ഉത്തരം പഠിപ്പുരസി. പഠിപ്പുരസി എന്ന പദ്ധതിയിലൂടെയാണ് ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ട് പൊതുധാരയിൽ എത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന ഒരു പദ്ധതി. ഇതിൻ്റെ അർത്ഥം എന്താണ്? പഠനത്തിൻ്റെ രുചി ഇടമലക്കുടിയിലെ ആദിവാസി കുട്ടികൾക്ക് വേണ്ടി മുതുവൻ ഭാഷയിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പഠിപ്പുറാസി. അടുത്ത ചോദ്യം, സ്കൂളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം സമഗ്ര ഗുണമേന്മ പദ്ധതി. എന്തിനു വേണ്ടി? സ്കൂളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കാൻ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് റോഷ്നി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കാൻ എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് റോഷ്നി. അടുത്ത ചോദ്യം, സാമൂഹിക ക്ഷേമവും പ്രാദേശിക പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആയിക്കോട്ടെ. സാമൂഹിക ക്ഷേമവും പ്രാദേശിക പദ്ധതികളും. ഒന്നാമത്തെ ചോദ്യം, തോട്ടം തൊഴിലാളികൾക്കായിട്ടുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പിലാക്കിയ ആദ്യ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. തോട്ടം തൊഴിലാളികൾക്കായിട്ടുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പിലാക്കിയ ആദ്യ ജില്ല ഇടുക്കി. ഇതിൻ്റെ ലക്ഷ്യം ലയങ്ങൾ നവീകരിക്കുകയും പുതിയ വീടുകൾ നിർമ്മിക്കുകയും ചെയ്യുക എന്നതാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി എവിടാണ് വന്നത്? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് രാജ്യത്ത് തന്നെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി വന്നത്. അടുത്ത ചോദ്യം, നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ആരംഭിച്ച പദ്ധതി. ഉത്തരം സഹയാത്രിക. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള യാത്ര ചെയ്യാൻ ആരംഭിച്ച പദ്ധതി സഹയാത്രിക. നടപ്പിലാക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തും കേരള പോലീസും സംയുക്തമായിട്ടാണ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിൽ അവസരങ്ങൾ നൽകുന്ന പുതിയ സംരംഭമാണ് ഏബിൾ പോയിന്റ്. ഏബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്നതാണ് പൂർണ്ണരൂപം. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിൽ അവസരം നൽകുന്ന ഒരു പുതിയ സംരംഭമാണ് ഏബിൾ പോയിന്റ്, എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് എതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഉത്തരം നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിൻ നെല്ലിക്ക. അടുത്ത ചോദ്യം, തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി. ഉത്തരം കതിരണി. തരിശു നിലങ്ങളെ കർഷക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കതിരണി. ഇത് ആരംഭിച്ചത് 2022. ഇതിലൂടെ 200 ഹെക്ടറിലധികം തരിശു ഭൂമി കൃഷിയോഗ്യമാക്കി ഭൂമിയാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തതായി കായികവും കലയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. കായികം, കല, സുരക്ഷ. ഒന്നാമത്തെ ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. ഉത്തരം സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. ഖത്തറിൽ നിന്നുള്ള ഒരു പ്രവാസി മലയാളി കൂടിയാണ്
സഫ്രീന ലത്തീഫ്. അടുത്ത ചോദ്യം, അയ്യപ്പൻ തീയാട്ടിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത? ആര്യാദേവി എന്നുള്ളതാണ് ഉത്തരം. ആര്യാദേവി. അയ്യപ്പൻ തീയാട്ട് കലാകാരനായിട്ടുള്ള തീയാടി രാമൻ നമ്പ്യാരുടെ മകളാണ് ആര്യാദേവി. അയ്യപ്പൻ തീയാട്ട് എന്നത് ഒരു അനുഷ്ഠാന കലാരൂപമാണ് കേട്ടോ. അയ്യപ്പൻ തീയാട്ടിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിതയാണ് ആര്യാദേവി. അടുത്ത ചോദ്യം, ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനായി സ്വദേശീയ സുരക്ഷാ സംവിധാനം ഏതാണ്? ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സ്വദേശീയ സുരക്ഷാ സംവിധാനത്തിൻ്റെ പേര് കവച്. കവച് എന്ന പദ്ധതിയാണ്. കവച് എന്ന ഒരു പരിപാടിയുണ്ട്. അതിന് കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം സ്ഥാപിക്കുന്നത് എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷൻ ഇടയിലാണ്. എറണാകുളം സൗത്ത് മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയാണ് കവച് സുരക്ഷാ സംവിധാനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്നത്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള ഒരു സ്വദേശീയ സുരക്ഷാ സംവിധാനമാണ് ഈ കവച് പദ്ധതി. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട ഒരു അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഈ അടുത്ത് നടന്നത് മാത്രമാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ച് നൽകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എന്നെ അറിയിക്കണമേ. ഞാൻ കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.